മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തി. ചീഫ് സെക്രട്ടറി എ ജയതിലകും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇതൊക്കെ നമ്മൾ കേട്ട വാർത്തകളാണ്, പക്ഷെ നമ്മൾ കേൾക്കാത്ത വാർത്തകൾ ധാരാളമുണ്ട്. യഥാർത്ഥത്തിൽ ഖജനാവിലെ പണമെടുത്ത് മുഖ്യൻ പോയത് കേരളം നന്നാക്കാനല്ല, പാർട്ടിയെ നന്നാക്കാനാണ്, പാർട്ടിക്ക് ബക്കറ്റ് പിരിവ് നടത്താനാണ്. പുലർച്ചെ ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി ഫോർ സീസൺ എന്ന നക്ഷത്ര ഹോട്ടലിലാണ് താമസിക്കുന്നത്. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ബഹ്റൈനിലെ ഏറ്റവും മുന്തിയ ഹോട്ടലാണിത്. 7 സ്റ്റാർ ഹോട്ടലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ ഖജനാവിൽ എലി വെറ്റി കിടക്കുമ്പോഴാണ് പിണറായിയുടെ രാജകീയ സുഖവാസം. പക്ഷേ ഇതുകൊണ്ടും തീർന്നില്ല. എല്ലാ പാർട്ടി പ്രവർത്തകർക്കും കൃത്യമായ ടാർഗറ്റ് ഉണ്ട്. ഇത്ര രൂപ വീതം പാർട്ടിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ പരിപാടിയിൽ CPM-കാർ മാത്രമേ പങ്കെടുക്കൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ബഹ്റൈനിൽ 2017 മുഖ്യമന്ത്രി വന്നിരുന്നു. അന്ന് നടത്തിയ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കാനാണ് പ്രധാന സംഘടനകളുടെ തീരുമാനം. പ്രതിപക്ഷ സംഘടനകളൊന്നും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. അതായത് മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ പരിപാടിയിൽ CPM-കാർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ. കേരള ഖജനാവിൽ നിന്നും പണം എടുത്ത് മുഖ്യമന്ത്രി ഗൾഫിൽ പോയത് CPM-കാരെ കാണാനാണ് എന്ന് ചുരുക്കം. ഇത് തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബഹ്റൈൻ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുസമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ബഹ്റൈൻ OICC ദേശീയ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കഴിഞ്ഞു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം ബഹ്റൈനിൽ നടത്തുന്ന സന്ദർശനം തീർത്തും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ബഹ്റൈൻ KMCC കുറ്റപ്പെടുത്തി കഴിഞ്ഞു. തൊട്ടടുത്ത മാസം നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലാക്കാക്കി പ്രവാസികളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ഈ ബഹ്റൈൻ വിസിറ്റിംഗ് എന്നും ബഹ്റൈൻ ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള കൂടിയാലോചനകൾ കാര്യമായി ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഭരണ നേട്ടങ്ങൾ എന്ന പേരിൽ ഇതുവരെ നടപ്പിൽ വരുത്താത്ത വാഗ്ദാനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് പ്രവാസി സമൂഹത്തെ പറ്റിക്കാനുള്ള കുതന്ത്രമാണിതെന്നും സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെല്ലാം വെള്ളത്തിൽ എഴുതിയതുപോലെയാണ് പിണറായി സർക്കാരിന്റെ കാലത്തെന്നും ജോലി നഷ്ടപ്പെട്ട നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് വാഗ്ദാനം ചെയ്ത 6 മാസത്തെ ശമ്പളം മലർപ്പൊടിക്കാരുടെ സ്വപ്നം പോലെ അവശേഷിക്കുകയാണെന്നും പ്രവാസികളുടെ പെൻഷൻ 5000 രൂപ ആക്കാമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നും പ്രവാസികളിൽ നിന്നും മാസാമാസം അടച്ചതിന് ശേഷം 60 വയസ്സ് കഴിഞ്ഞാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ പോലും അവതാളത്തിലായിരിക്കുകയാണെന്നും രോഗചികിത്സയ്ക്ക് മറ്റുമായി ഉപയോഗിക്കുന്ന ഈ പെൻഷൻ കൃത്യമായി കിട്ടാത്ത അവസ്ഥയാണെന്നും നാട്ടിൽ വിശ്രമ ജീവിതം കഴിക്കുന്ന മുൻകാല പ്രവാസികൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണെന്നും സംഘടനകൾ കൃത്യമായി എണ്ണി പറയുന്നുണ്ട്. അതായത് 5 പൈസയുടെ പ്രയോജനം കേരളത്തിനോ പ്രവാസികൾക്കോ പിണറായി വിജയന്റെ സന്ദർശനം കൊണ്ട് ലഭിച്ചിട്ടില്ല. ഒക്ടോബർ 17 ബഹ്റൈനിൽ നടത്തുന്ന സന്ദർശനം സംസ്ഥാന സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകളിലും കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ അതിക്രമങ്ങളിലും അഴിമതിയിലും പോലീസ് രാജിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ ബഹിഷ്കരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞു. ബഹ്റൈനിൽ കേരള പബ്ലിക് സ്കൂൾ സ്ഥാപിക്കും, എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കും, കേരളത്തിൽ ബഹ്റൈന്റെ പേരിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കും, കേരളത്തിൽ ബഹ്റൈനികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സാ സൗകര്യം ഒരുക്കും, ബഹ്റൈനിൽ കേരള ക്ലിനിക്ക് സ്ഥാപിക്കും, ബഹ്റൈൻ നിയമസഹായ സെൽ സ്ഥാപിക്കും. ഇങ്ങനെ വാഗ്ദാനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് മുൻപ് പിണറായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നുപോലും നടപ്പിൽ വരുത്താതെയാണ് പുതിയ വാഗ്ദാനങ്ങൾ നൽകി പ്രവാസികളെ പറ്റിക്കാൻ മുഖ്യമന്ത്രിയുടെ ഈ 2ാം വരവ് എന്നും സംഘടനകൾ അക്കമിട്ട് എണ്ണി പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ മുൻപ് കമ്മികൾക്ക് മോദി വിദേശത്തേക്ക് പോകുന്നതിനോട് വലിയ എതിർപ്പായിരുന്നു. രാജ്യം കാണാനാണോ എന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയെ ലോകത്തിലെ പ്രധാനപ്പെട്ട 4ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയതിൽ പ്രത്യേകിച്ച് മോദിയുടെ രാഷ്ട്രീയം ഒക്കെ മാറ്റിവെച്ചാൽ തന്നെയും മോദി എന്ന് പറയുന്ന വിദേശകാര്യ നയതന്ത്രജ്ഞനെയും അദ്ദേഹത്തിന്റെ വിദേശത്തേക്കുള്ള യാത്രകൾ ഇന്ത്യയുടെ മുഖം എത്രത്തോളം മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയാവുന്നത് കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടോ ഒരു കാര്യവും ഇതുവരെ നടന്നിട്ടില്ല. 5 പൈസയുടെ വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. ജപ്പാനും നെതർലൻഡും ലണ്ടനും ഗൾഫ് രാജ്യങ്ങളും എല്ലാം സന്ദർശിച്ചിട്ടും മുഖ്യമന്ത്രി പോയ ഒരിടത്ത് നിന്ന് പോലും വിദേശ നിക്ഷേപം വർദ്ധിക്കുകയോ തൊഴിലവസരങ്ങൾ പുതിയതായി സൃഷ്ടിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ജപ്പാൻ സന്ദർശിച്ച് മടങ്ങിയപ്പോൾ കേരളത്തിൽ 200 കോടി രൂപയുടെ നിക്ഷേപം ഉറപ്പാണെന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. തോഷിബയുമായി സാങ്കേതിക കൈമാറ്റത്തിന് ധാരണയായി. പൊതുമേഖലാ സ്ഥാപനവുമായി ചേർന്ന് തോഷിബ ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് ബാറ്ററി നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും നടന്നില്ല. വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം ഉറപ്പാക്കുമെന്നും പിണറായി പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ജപ്പാനുമായി യാതൊരുവിധ വിദ്യാഭ്യാസ സഹകരണം ഉറപ്പാക്കാൻ സർക്കാരിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. നെതർലൻഡ്സ് സന്ദർശിച്ച് മടങ്ങിയ മുഖ്യമന്ത്രി റൂം ഫോർ റിവർ പദ്ധതി നടപ്പാക്കുമെന്ന് വിവരം പ്രഖ്യാപിച്ചു.
വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി നടപ്പിലാക്കാൻ ഒരു സമിതിയെ പോലും രൂപീകരിച്ചില്ല. പദ്ധതിക്കായി എങ്ങനെയാണ് തുക സ്വരൂപിക്കുന്നത് എങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. സംസ്ഥാനത്തെ വെള്ളപ്പൊക്കം ശാസ്ത്രീയമായി നേരിട്ട് നദികൾ കരകവിഞ്ഞൊഴുകുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രളയം ഒഴിവാക്കുക എന്നതായിരുന്നു റൂം ഫോർ റിവർ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത്. കേരള പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്തുന്നതിനാണ് മുഖ്യമന്ത്രി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചത്. ഒരു ഡസനിലേറെ മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് അനുമതി തേടിയെങ്കിലും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ മുഖ്യമന്ത്രിയും നോർക്ക സെക്രട്ടറിയും വിദേശത്തേക്ക് പോയി. യാത്രയുടെ ഫലമായി എത്ര രൂപ സമാഹരിക്കാനായെന്ന് നിയമസഭയിൽ ചോദ്യം ഉയർന്നതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും സഹായം ലഭിച്ചില്ല എന്നായിരുന്നു മറുപടി. നിയമസഭയിൽ പറയാതെ വെബ്സൈറ്റിൽ മറുപടി പ്രസിദ്ധീകരിച്ചു. UK സന്ദർശിച്ചത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കും സോഷ്യൽ വർക്കർമാർക്കും തൊഴിൽ കുടിയേറ്റം സാധ്യമാക്കുന്നതിന് വേണ്ടിയെന്നായിരുന്നു അവകാശവാദം. ഇതിനുവേണ്ടി UKയും കേരളവും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് മാറ്റിപ്പറഞ്ഞു. UKയിലെ ഹംബർ ആൻഡ് നെർത്തിയാക് ഷെയർ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ണർഷിപ്പുമായി നോർക്ക റൂട്ട്സ് ധാരണാപത്രം ഒപ്പുവെച്ചെന്നാണ് പിന്നീട് പറഞ്ഞത്. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ണർഷിപ്പിലൂടെ ആരെയും ജോലിക്ക് അയക്കാനായില്ലെന്ന് ആരോപണം ഉയർന്നു. ജനീവയുടെ മാലിന്യ സംസ്കരണ സംവിധാനം സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താൻ ധാരണയിലെത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. വിദ്യാഭ്യാസ മേഖലയിൽ സ്വിറ്റ്സർലൻഡുമായി സഹകരണത്തിന് ധാരണയിലെത്തിയെന്ന വാദം നിഷ്ഫലമായി. ദുബായിൽ വ്യവസായ സമൂഹവുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആസ്റ്റർ, DP വേൾഡ് കമ്പനികളൊക്കെയായിരുന്നു. കേരളത്തിൽ ഈ കമ്പനികൾ നേരത്തെ പ്രഖ്യാപിച്ച നിക്ഷേപം യോഗത്തിൽ ആവർത്തിക്കുക മാത്രമാണ് ഉണ്ടായത്. UAE, അമേരിക്ക, ഇംഗ്ലണ്ട്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിൻലൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ബഹ്റൈൻ, നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു. അമേരിക്കയിലേക്കുള്ള യാത്ര ചികിത്സ ആവശ്യമായിരുന്നു. മറ്റുള്ളവയെല്ലാം നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. ചില രാജ്യങ്ങൾ റോഡ് ഷോ, വ്യവസായ സംഗമം എന്നിവയൊക്കെ സംഘടിപ്പിച്ചു. ഈ യാത്രകളുടെ അടിസ്ഥാനത്തിൽ ഒരു ധാരണാപത്രവും ഒപ്പിട്ടില്ലെന്ന് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി നൽകി. കേരളത്തിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംസ്ഥാനമായ തമിഴ്നാടും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും ഒക്കെ വലിയ തോതിലുള്ള നിക്ഷേപം കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കേരളത്തിലൊന്നും സാധിക്കുന്നില്ല. CITക്കാരെ നിലയ്ക്ക് നിർത്താതെ ഗുണ്ടാപിരിവുമായി നടക്കുന്ന ഇവരെയൊക്കെ കണ്ടുകൊണ്ട് നിരവധി നിക്ഷേപകർ പേടിച്ചോടി പോകുന്ന സാഹചര്യം പോലും ഉണ്ട്, മലയാളികൾ പോലും. എന്തായാലും ഗൾഫ് പര്യടനം ഉഷാറാവട്ടെ. തിരിച്ചു വരുമ്പോഴേക്കും ഖജനാവിന്റെ മിച്ചമുള്ള പണം കൂടി നമുക്ക് പുട്ടടിക്കാം. നമസ്കാരം.